ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന സ്വഭാവം ആഖിബത്ത് കേടുവരുത്തുന്നതാണ്. മാതാപിതാക്കളെ വെറുപ്പിക്കരുത്, അവരെ പൊരുത്തം സമ്പാദിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലല്ലേ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. ബാപ്പയോടും ഉമ്മയോടും ബഹുമാനത്തോടെ പെരുമാറണം. മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ, അതേ അവരെ മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരങ്ങൾ വരെ പറ്റൂല എന്നല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞത്. ഒരിക്കലും അവർക്ക് ചടപ്പുണ്ടാകുന്ന ഒരു ഭാഷയും മടുപ്പ് വരുത്തുന്നൊരു ഭാഷയും നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. ആ വിധമാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ തല്ലിച്ചതക്കുക എന്ന് മാത്രമല്ല, പൊരുത്തക്കേടാകുന്ന ഒരു പ്രവർത്തനവും ഒരു നിസ്സഹകരണവും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ചിലപ്പോ ബാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി സമ്പത്ത് ധാരാളം ചെലവഴിക്കേണ്ടി വന്നേക്കും. സഹോദരാ, നീ അതൊരു കണക്ക് പറയുന്ന ആളാകരുത്. നിന്നെ പോറ്റിയതിനൊരിക്കലും ബാപ്പ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ, ഉമ്മ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. പ്രായാധിക്യത്തിൽ ഉമ്മാക്ക് വേണ്ടി ലക്ഷക്കണക്കിന് നിന്റെ വക നീ ചെലവഴിച്ചാലും അനന്തര സ്വത്ത് വിഹിതം വെക്കുമ്പോഴോ, ഉമ്മ തന്നെ നല്ല ഹയാത്തോടെ നല്ല ആരോഗ്യത്തോടെ എണീറ്റ് നടക്കുമ്പോഴോ അതിന്റെ കണക്ക് പറഞ്ഞിട്ട് നീ വിഷമമുണ്ടാക്കരുത്. നിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഹിദ്മത്തായി നീ അത് കൂട്ടണം. കണക്ക് പറയരുത്. ചെലവഴിച്ചത് ബാപ്പക്കും ഉമ്മക്കും വേണ്ടിയല്ലേ, എത്രയും ചെലവഴിക്കാൻ കഴിയണം. അവർ ഖിദ്മത്തിന് വേണ്ടി, അവരുടെ തൃപ്തിക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാക്കളായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹക്കും, അതുപോലെ തന്നെ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹക്കും, ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി തങ്ങൾ ചെലവഴിച്ചതുപോലെ ധാരാളം സമ്പത്ത് നേരിട്ടത് സ്വന്തം ഉമ്മമാരല്ല, ശിക്ഷണം നൽകിയ പോറ്റി വളർത്തിയ ഉമ്മമാരാണ് പലരും. അവർക്കൊക്കെ വേണ്ടി തങ്ങൾ കൊടുത്തതുപോലെ നമ്മുടെ സ്വന്തം ഉമ്മാക്ക് വേണ്ടി ധാരാളം അവരുടെ സ്നേഹത്തിന് വേണ്ടി, ഖിദ്മത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്നവരാകണം. അവരെ തൃപ്തിയും പൊരുത്തവും സമ്പാദിക്കണം. പൊരുത്തക്കേടാകരുത്. അസുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ പല അസുഖങ്ങളുണ്ട് മോനെ. അപ്പൊ നമ്മളെ വക ഇപ്പൊ പ്രായമൊക്കെ കൂടിയില്ലേ, ഇനിയൊക്കെ ഇപ്പൊ അങ്ങനെ ഉണ്ടാകുള്ളൂ. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കാര്യമല്ല. നമുക്ക് അസുഖം വന്നാൽ നമ്മളവിടെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാകുമോ? ഈ അസുഖം എങ്ങനെ ഉണ്ടാകുള്ളൂ, ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ. എന്നാലും ചികിത്സിച്ച് നോക്കണം എന്ന് പറയില്ലേ നമ്മള്. സമാധാനത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യണം, ചികിത്സ കൊടുക്കണം, മാനസികമായി റാഹത്താക്കി കൊടുക്കണം, അവരെ മനസ്സിന് ആരോഗ്യത്തിന് സന്തോഷം കൊടുക്കണം. അതൊക്കെ ഖിദ്മത്താണ്. അതിൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുത്തുന്നതാണ് വാക്കുകൾ. അതുകൊണ്ടാണ് ഖുർആൻ വാക്ക് നിയന്ത്രിക്കാൻ പറഞ്ഞത്. നല്ല സമീപനം പുലർത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ബാപ്പയെയും ഉമ്മയെയും സങ്കടപ്പെടുത്തിയിട്ട് ഒരു അമലിനും അല്ലാഹു തആല അവസരം നൽകിയിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഗസ്വത്തിന് വേണ്ടി, പ്രതിരോധ സമരത്തിന് വേണ്ടി കിലോമീറ്ററുകൾ താണ്ടിയിട്ട് യമനിൽ നിന്ന് മദീനയിലെത്തിയ ആളെ തിരിച്ചയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാപ്പാന്റെ ഉമ്മാന്റെ ഒരു സമ്മതത്തിന്റെ കുറവുണ്ട്. തങ്ങളോടൊപ്പം വരാൻ പോകാണ് ഒരു പ്രതിരോധ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഉമ്മയുണ്ടോ? ഉണ്ട്. സമ്മതമൊന്നും കിട്ടിയില്ല. ആഗ്രഹം കൊണ്ട് പോന്നതാ. തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. എത്ര കിലോമീറ്റർ താണ്ടി യമനിലേക്ക് ഇനിയും പോകണം? അത്രയും അമൂല്യമാണ് ബാപ്പയുടെയും ഉമ്മയുടെയും സാമീപ്യം. അവരെ പൊരുത്തം നമ്മൾ നേടണം, അവരെ നല്ല ദുആ നേടണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.